ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗ് കേക്കാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വിപ്പിംഗ് ക്രീം അല്ല നമ്മൾ ചേർക്കാൻ ഇഷ്ടമെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ക്രീം ഉപയോഗിക്കാം. 250 ml ഫ്രഷ് ക്രീം 2 ടിന്ന് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, നമുക്കിതുപോലത്തെ വിസ്കർ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു മധുരമൊക്കെ കിട്ടും. പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ, നമുക്ക് എക്സ്ട്രാ മധുരം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ അമൂലിൻ്റെ ചീസ് സ്പ്രെഡാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം ചീസ് ഉപയോഗിക്കാം. ഞാൻ ക്രീം ചീസ് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപ്. അപ്പോൾ അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ഐക്കാർട്ടിലും ഇട്ടേക്കാം. ഒന്ന് കാണാൻ ആഗ്രഹമുള്ളവർ അതൊന്ന് പോയി കാണാം. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ചീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഷോപ്പിൽ നിന്ന് തന്നെ മേടിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിത് 180 ഗ്രാമിൻ്റെ ക്രീം ചീസിൻ്റെ 2 ബോക്സാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലേവർ കുറച്ച് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ബോക്സ് ഇടുന്നത്. 180 ഗ്രാമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിന് ചെറിയൊരു പുളിപ്പും അതുപോലെ തന്നെ ഉപ്പുരസമൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതിനാണെങ്കിൽ ശരിക്കും അത്രമാത്രം ഒരു സോൾട്ടി ഫ്ലേവർ കിട്ടില്ല. അപ്പോൾ ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ശരിക്കും നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഫ്ലേവർ നോക്കിയിട്ട് മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണ്ടി വരില്ല, കാരണം ആ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് മധുരമുണ്ട്. ഞാനിവിടെ ബ്ലൂബെറിയുടെ ക്രഷാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറിയുടെ കിവിയുടെ ഒക്കെ ഫ്ലേവർ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ മാംഗോൻ്റെ ക്രഷൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്ലൂബെറി ക്രഷ് 2 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ 250 ml കപ്പാണ് ഇത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താം. കൂടുതൽ ഫ്ലേവർ കിട്ടണമെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് ഈ ഒരു ക്രഷ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ വിസ്കർ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് 1-ലിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചെറിയൊരു സ്പാച്ചിലോ സ്പൂണോ വെച്ചിട്ടൊക്കെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്ന, വളരെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ചേർക്കാനുള്ളത് ജലാറ്റിനാണ്. നമ്മുടെ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കാനാണ് നമ്മൾ ജലാറ്റിൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 2 തൊട്ട് 2.5 ടേബിൾ സ്പൂൺ വരെ ജലാറ്റിൻ ഇതിലേക്ക് ചേർത്ത് ഉപയോഗിക്കാം. അപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് കിട്ടാനാണ് നമ്മൾ അത്രയും ക്വാണ്ടിറ്റി ചേർക്കുന്നത്. നമ്മുടെ ജലാറ്റിൻ്റെ അളവ് കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സെറ്റായിട്ട് വരില്ല. 1/2 കപ്പ് വെള്ളത്തിൽ നമുക്ക് ജലാറ്റിൻ കുതിർത്തിയെടുക്കാം. നമ്മൾ ജസ്റ്റ് ആ വെള്ളം ഒഴിച്ച ഉടനെ തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വേണമെങ്കിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി തരികളുള്ള ജലാറ്റിൻ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് കുതിർത്തിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് അരിച്ചിട്ടാണ് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. കാരണം ജലാറ്റിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് ഇങ്ങനെ മെൽറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആ പുഡിങ്ങിലേക്ക് നേരിട്ട് വരുന്നതിനേക്കാൾ ഒത്തിരി നല്ലത് ഒന്ന് അരിച്ചൊഴിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇത് അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ടകളെങ്ങാനും കടിക്കാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കാനായിട്ട് പറയുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ജലാറ്റിന് എത്താവുന്ന രീതിയിൽ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ ഒരു കേക്ക് പുഡിങ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വാനില സ്പഞ്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നോർമൽ വാനില സ്പഞ്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് കളർ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. റെഡ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഇല്ലാതെയും സെറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് റെഡ് കളർ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് സാധാ വാനില സ്പഞ്ച് കേക്കിലോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പഞ്ചിലോ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലൊക്കെ മാറ്റി നമുക്ക് ആ ഫ്ലേവറിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഇഷ്ടമുള്ള കളറിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കേക്ക് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മിക്സിയിലാണ് ആ ബാറ്റർ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഓവൻ വേണ്ട ഈ ഒരു സ്പോഞ്ച് കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കുകൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കേക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, പുറത്തുനിന്നുള്ള കേക്ക് ആണെങ്കിലും നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ആ കേക്കിൻ്റെ മുകളിലുള്ള ചെറിയ ഭാഗം കൂടി ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2ആയിട്ടാണ് മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ളത്. നമുക്കിത് പതുക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഉണ്ടാക്കിയിട്ടുള്ള അതേ ടിന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ കേക്ക് സാധാരണ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തെടുക്കുകയാണ്. എല്ലാവർക്കും അറിയാം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തതിന് ശേഷം ആറിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചൂടേപ്പാടെ നമ്മൾ ഒഴിക്കേണ്ട, തണുത്തതിന് ശേഷം മാത്രം ഈ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
ഈ വെറ്റ് ചെയ്ത കേക്കിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്ലൂബെറി ചീസ് കേക്കിൻ്റെ കൂട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഈ ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ബ്ലൂബെറി ചീസ് കേക്ക് ചെയ്തിട്ടുണ്ട്. ആ റെസിപ്പി കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ ഒഴിച്ചു കഴിഞ്ഞു. ഈ രണ്ടാമത്തെ ലെയർ കേക്ക് വെക്കാം. രണ്ടാമത്തെ ലെയർ കേക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ താഴത്തെ ഭാഗം സെറ്റ് ആവാനായിട്ട് മുന്നേ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ആ കേക്ക് താഴേക്ക് താഴ്ന്നു പോകുന്നില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയറും നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന അതേ മെത്തേഡിലൂടെ തന്നെയാണ് ഈ ഒരു കേക്ക് നമ്മൾ സോക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അവസാനത്തെ സെക്ഷൻ ബാറ്ററും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ലെയർ കേക്കും 2 ലെയർ പുഡിംഗ് എന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലെയേഴ്സ് കൂടുതലായിട്ട് എടുക്കാം. കാരണം 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ നമ്മുടെ കേക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ലെയറിൻ്റെ അളവ് കൂടുതലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതിപ്പോൾ ഞാൻ 2 ലെയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 3 4 ലെയർ കേക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ബ്ലൂബെറി ചീസ് കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുത്താൽ ലെയേഴ്സിൻ്റെ എണ്ണം കൂടുതലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ മുകൾ ഭാഗത്ത് ബാക്കി വന്നിട്ടുള്ള കേക്കിൻ്റെ പീസും വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിംഗ് റാപ്പ് വെച്ച് അടച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് സ്പ്രിംഗ് ടിന്നൊന്നും ആവശ്യമില്ല. സാധാരണ കേക്ക് ടിന്നിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിത് രാത്രി സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു 6 തൊട്ട് 8 മണിക്കൂർ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ കേക്ക് സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് അൺമോൾഡ് ചെയ്തെടുക്കാം. സൈഡെല്ലാം ഞാൻ വിടിയിച്ചെടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പാലറ്റ് നൈഫ് വെച്ച് സൈഡൊക്കെ വിടിയിച്ചതിന് ശേഷം കേക്ക് ബോർഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കേക്ക് ബോർഡ് വേണ്ട, അതുപോലെ പുഡിംഗ് ട്രേയിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു കേക്ക് പോലെയാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കിതിന് കേക്ക് ബോർഡിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ആ കേക്ക് ബോർഡിലേക്ക് മാറ്റുന്ന നേരം കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം ഇത് കുറച്ച് ഹെവിയാണ്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഫ്ലിപ്പ് ചെയ്തിട്ട് ഉണ്ട്. അപ്പോൾ അതൊന്ന് ആ ഒരു കേക്കിൻ്റെ ആ ടിന്നൊന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ പാലറ്റ് നൈഫ് വെച്ച് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടാണ് ഞാൻ മാറ്റിയെടുക്കുന്നത്. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരിക്കും നല്ല ഭംഗിയുള്ളൊരു കേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി സെറ്റ് ചെയ്ത കാരണം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാനിത് ഒന്നും കൂടി തണുക്കാനായിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഒരു ചെറിയൊരു ഗനാഷിൻ്റെ കോട്ടിങ് ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കത് ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനൊരു കേക്ക് ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഗനാഷ് തയ്യാറാക്കി ഒഴിക്കുന്നുണ്ട്. അത് തീർത്തും ഓപ്ഷനിലാണ്. ശരിക്കും ചീസ് കേക്കിൻ്റെ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പുറം ഭാഗം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ചീസ് കേക്ക് കോട്ട് ചെയ്ത പോലെ തന്നെയാണുള്ളത്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. 250 ml കപ്പിലാണ് ഞാൻ ചോക്ലേറ്റ് അളന്നെടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്യുന്ന മെത്തേഡ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ മെൽറ്റ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടായ വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ആ പാത്രം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് നേരം വെക്കേണ്ട. വൈറ്റ് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്ത് കിട്ടും. കട്ടകളില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട്. തീർത്തും ഓപ്ഷനിലാണ് കേട്ടോ. കളർ ആഡ് ചെയ്യാൻ നിർബന്ധമില്ല. ഇവിടെ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നേരിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് കളറൊക്കെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. ആ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ച റെഡ് കളർ തന്നെയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജെൽ കളറാണിത്. അപ്പോൾ കളർ അധികം ഒഴിക്കുന്നത് നല്ലതല്ല, എന്നാൽ ആ കേക്കിൽ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് കളറിൻ്റെ അളവ് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ മുകളിലേക്കാണ് ഈ ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ടേൺ ടേബിൾ ഒന്നും വേണ്ട. ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ജസ്റ്റ് ആ ഒരു ഗനാഷ് ഒഴിച്ച് നമ്മുടെ സ്പാച്ചിൽ വെച്ച് തന്നെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. നമ്മുടെ സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലോട്ടൊക്കെ ചെറുതായിട്ട് ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഡെസേർട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലാക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ എല്ലാ സൈഡും ഒരേ ഈവൻ ആയിട്ട് ലെവലായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പുഡിംഗ് കേക്ക് റെഡിയാണ് കേട്ടോ. നമ്മുടെ കേക്ക് പുഡിംഗ് കൂടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവറുള്ള ഒരു റെസിപ്പിയാണ് ഇത്.
കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. സാധാരണ നമ്മൾ കേക്ക് പ്രസൻറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടിയും അട്രാക്റ്റീവ് ആയിരിക്കും ഇതുപോലുള്ള ഒരു റെസിപ്പി നമ്മൾ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഡെസേർട്ടായിട്ടും കേക്കായിട്ടും സെർവ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു കേക്കിന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ടേൺ ടേബിൾ ഒന്നും വേണ്ട, ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് നമുക്ക് സ്റ്റെപ്പുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് വരാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.